Good morning, sir. Good morning. Good morning, sir. Good morning, sir. Yes. കേൾക്കാമോ? Good morning, sir. Good morning, sir. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലല്ലോ. മൈക്ക് ഓൺ ആണല്ലോ. Good morning, sir. ആരും പറയുന്നത് നമ്മൾ മെസ്സേജ് ഇട്ടേക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മെസ്സേജ് ഇടും. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെയാണ്. ഇനി അവിടുന്ന് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ ശ്രുതി കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, കേൾക്കാമോ? Sir, കേൾക്കുന്നുണ്ട്. Good morning, sir. അതാരാ ശരിയാക്കിയത്? ഹലോ, Hello. ഹലോ. Sir, പറയുന്നത് നമുക്ക് കേൾക്കാം, sir. പറയുന്നത് കേൾക്കാം, sir. യെസ്, ഇപ്പൊ കേൾക്കാലോ. Sir, പറയുന്നത് നമുക്ക് കേൾക്കായിരുന്നു, sir. പക്ഷേ നിങ്ങൾ ആരും പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ടായില്ല. അതാണ് ലക്ഷ്യം പറ്റി പോയത്. നോ പ്രോബ്ലം. യെസ്. Good morning, sir. യെസ്, Good morning, sir. Good morning, sir. Good morning, sir. യെസ്. അപ്പൊ ഞാൻ പറയാം. വിദ്യ, ശ്രുതി, ആരതി, നർമിത, ആൻസി, ജിൻസി, ഐഷ ആൻഡ് സബിത. ഗുഡ് മോർണിംഗ്. Good morning, sir. Yes, okay. Very good. Okay, Jinsi. Yes. Let's start. അപ്പൊ നമ്മള് ആരുടെ പ്രേയർ ഉണ്ടോ? Sir, prayer. Okay. Very good.
ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. Yes, very good, Nancy. Very good, very good, very good. The thought Yes. of the day. Okay. The future belongs to those who believe in the beauty of their dreams. Beauty of their. Dreams. Yes. Okay. Okay. Very good, very good, very good. Then. Let's sign in. Okay, Vidya. A short story. The Greedy Yes. Mouse. Yes. The mouse was roaming around in search of food. He found a basket full of grains. He felt relieved. Through the small hole in the lid of the basket, he squeezed inside the basket. Greedily, he began to eat the grains. He ate till his stomach was full and felt very happy. He decided to get out of the basket. Now, when he wanted to get out of the basket, through the hole he came in. He could not see as his stomach was full. The mouse started to cry. A rabbit who happened to pass heard the mouse crying. The rabbit asked, "Why are you crying, my friend?" The mouse explained, "Through the small hole in the lid, I could enter the basket, but now I could not get out of here through the same hole." The rabbit said, "It is because you ate too much. Wait till your belly shrinks." The rabbit laughed and went away. The mouse fell asleep in the basket. Next morning, his belly had shrunk, but the mouse wanted to eat some grains. So he ate, and his belly was full once again. He thought, "Oh no, I shall go out tomorrow when my belly shrinks." At this time, the cat happened to pass by. He smelt the mouse in the basket. He lifted its lid, caught hold of the mouse, and ate it. Thank you, ma'am. Thank you, sir. Yes. Very good, very good. Okay, Vidya. Okay, okay. നല്ല good story. ഇതുപോലെ തന്നെ ഒരു കഥ വേറെ ഒരു രാജാവിനോട് ഒരു വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് സമ്പത്തില്ല, സ്വത്തില്ല, അതുകൊണ്ട് ടാഗോറാണോ ഷേക്സ്പിയറിനാണോ എനിക്ക് സംശയമാണ് കേട്ടോ. എനിക്ക് കഥ ആരുടെ എഴുതിയെനിക്ക് സംശയം. അപ്പോ വന്ന് ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിയുമ്പോൾ രാജാവ് പറയും, എന്റെ വിസ്തൃതമായ സാമ്രാജ്യമാണ്, ഇന്ന് നീ നടക്കുക, നടന്നിട്ട് എവിടം വരെ നീ എത്തുന്നുവോ അവിടം വരെ തിരിച്ചു വന്നതിനോട് പറയാൻ വേണം, അതുവരെ നിനക്ക് വിറ്റത് അത്രയും ഭൂമി നിനക്ക് സ്വന്തമായിട്ട് വന്നേക്കാന്ന് പറയും. അപ്പൊ ഒരു ദിവസം ഫിക്സ് ചെയ്തു. രാവിലെ മുതൽ പുള്ളി നടത്തം ആരംഭിച്ചു. അപ്പോ നടന്ന് ഒരു 10 മണിയായപ്പോ പുള്ളി വിചാരിച്ചു ഭക്ഷണം കഴിച്ചാലോ. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം കൂടി കുറച്ചിലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ അത്ര നേരം കൂടി നടന്ന് കുറച്ചുകൂടി ഭൂമി എത്രയും നിങ്ങൾക്ക് നടന്നെത്താൻ പറ്റും അത്രയും ഭൂമിയാണ് പറഞ്ഞേക്കുന്നത് രാജാവ്. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചില്ല, അങ്ങനെ നടന്നു. അപ്പൊ അങ്ങനെ നടന്ന് ഉച്ചയായി, നല്ല വെയിലാണ്. അപ്പൊ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പുള്ളിക്ക് തോന്നി. പക്ഷെ വെള്ളം കുടിക്കണമെങ്കിൽ 5 മിനിറ്റ് വേണം. ആ 5 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭൂമി കൂടുതൽ കിട്ടും. അപ്പൊ വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചു. ഉച്ചയായപ്പോ ഊണ് കഴിക്കാം എന്ന് കരുതി. അപ്പോഴും പുള്ളി വിചാരിച്ചു, ഊണ് കഴിക്കുമ്പോൾ 10-20 മിനിറ്റ് പോകും. ആ 20 മിനിറ്റ് കൂടി ഞാൻ നടക്കുകയാണെങ്കിലോ അത്രയും കൂടി ഭൂമി എനിക്ക് കിട്ടും. അപ്പൊ നടന്നെത്തിക്കാവുന്നതിന് പരമാവധി എത്തിക്കാൻ വേണ്ടി പുള്ളി ഊണും കൂടി കഴിക്കേണ്ട നടന്നു. വീണ്ടും ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. അപ്പോ സൂര്യനൊക്കെ പയ്യെ താന്നൊക്കെ തുടങ്ങി. അപ്പൊ പുള്ളി സുഖമായിട്ട് നടന്നു. പെട്ടെന്നാണ് പുള്ളി ഒരു കാര്യം ഓർത്തത്, നടന്നാൽ മാത്രം പോരാ, എത്രമാത്രം നടന്നു എന്നുള്ളത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ പറയാൻ വേണം. അപ്പൊ പുള്ളി പിന്നെ തിരിച്ചു നടക്കാൻ തുടങ്ങി. തിരിച്ചു നടന്ന് വളരെ വേഗത്തിലാണ് പുള്ളി നടക്കുന്നത്. കാരണം ഒരുപാട് ഭൂമി പുള്ളി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറയണം.
അപ്പൊ അങ്ങനെ പുള്ളി നടന്ന അവശതയായി. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കാതെയുള്ള ക്ഷീണം, പിന്നെ വെയിലിന്റെ ചൂട് സഹിച്ചത് കൊണ്ടുള്ള ക്ഷീണം, അങ്ങനെ പുള്ളി നടന്ന് വരികയാണ്. അപ്പൊ അകലെ കൊട്ടാരത്തിന്റെ കവാടം കാണാറായി. അപ്പൊ പുള്ളി വളരെ വേഗതയിൽ നടന്ന് ഈ കൊട്ടാരത്തിന്റെ പടിവാതിലിൽ വരുമ്പോഴേക്കും പുള്ളി അവശതയായിട്ട് അവിടെ വീഴുകയാണ്. അവിടെ വീണ് പുള്ളി മരിക്കുകയാണ്. അങ്ങനൊരു കഥ വേറെയുണ്ട്. അപ്പൊ വിദ്യയുടെ കഥ പറഞ്ഞപ്പോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കഥയും കൂടി ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടീച്ചർമാരെ എല്ലാ കഥകളും അറിഞ്ഞിരിക്കണം. കാരണം എവിടെയാണ് എന്താണ് ആവശ്യമുള്ളത് പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവണം? സ്റ്റോക്ക് ഉണ്ടാവണം. യെസ്, ഓക്കെ. അവിടെ അപ്പൊ നമ്മള് ഇന്ന് തുടങ്ങുന്നത് പുതിയ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 ആണ്. ടെൻസ് ഓഫ് വെർബ്. വെർബിന്റെ ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 12 ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ ആര് സംസാരിക്കുമ്പോഴും എന്ത് പറയപ്പെടും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും പറയാം. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, അതായിരിക്കും പറയുന്നത്. യെസ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മളിവിടെ ഓരോ ടെൻസുകളെയും നമ്മൾ ഒന്നെടുത്തിട്ട് ഇഴകൾ കീറി പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. സിമ്പിൾ പ്രസന്റ് ഹെഡിങ് എഴുതി വെച്ചോ. സിമ്പിൾ പ്രസന്റ്. SIMPLE സിമ്പിൾ, PRESENT പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. ഒരു സെന്റൻസ് കാണുമ്പോൾ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണോ എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കത് മനസ്സിലാവും. ഇതാണ് നമുക്കറിയേണ്ടത്. ഓരോന്നും നമുക്ക് കാണുമ്പോൾ വഴിയരിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ we will see lot of board, advertisement. അപ്പൊ അതൊക്കെ ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മളൊന്നറിയണം. യെസ്, ഓക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടീസ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇംഗ്ലീഷ് പരസ്യത്തിന്റെ വാചകം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതിന്റെ ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, അപ്പൊ അത് ഇന്ന അർത്ഥമാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയുന്നത് നല്ലതാണ്. യെസ്, അതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഈ ടെൻസ് എന്ന് പറഞ്ഞ സംഗതി പഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ തുടക്കത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷില് സെന്റൻസ് എഴുതുന്നതിന് ക്രമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ലഭിക്കുമ്പോൾ ചോദിക്കുന്ന ഉത്തരം, മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, പ്ലേസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഇതൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതില് ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ എടുക്കുക, സബ്ജക്റ്റും വെർബും. ബാക്കിയുള്ളത് നോക്കേണ്ട കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഇന്ന ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ അത് നമ്മൾ നോക്കണ്ട. അത് എഴുതിയാലും എഴുതിയില്ലെങ്കിൽ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഇന്ന ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത്. യെസ്. അപ്പൊ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ്. അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ്, വെറുതെ എസ്. സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് എസ്, ഒരു പ്ലസ് ഇടുക. പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് വി. ആ വി എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നത്, പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സബ്ജക്റ്റ് എഴുതി പിന്നെ എഴുതുന്ന വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ഫോമിലാണ് എഴുതിയത്. അപ്പൊ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം
വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് ഏത് ടെൻസിന്റെ ഫോമിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 12 ടെൻസുകളിലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ ആ സെന്റൻസിൽ സബ്ജക്റ്റും വെർബും കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും പരിഗണിക്കരുത്. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, വെർബ് ഏതാണെന്ന് നോക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെർബ് പ്രസന്റ് ടെൻസ് ആണോ എന്ന് നോക്കുക. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു സബ്ജക്റ്റ് പറയും. ഐ എന്ന് പറയാം, വി എന്ന് പറയാം, യു എന്ന് പറയാം, ദേ എന്ന് പറയാം, ഷീ എന്ന് പറയാം, ഹെർ എന്ന് പറയാം. അങ്ങനെയൊക്കെ സബ്ജക്റ്റ് ആണ്. യെസ്. അപ്പൊ ഞാനിവിടെ പറയണ ഐ സബ്ജക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് പറയുന്നു. ഐ ഗോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ഗോ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോമിലായി. വേണമെങ്കിൽ ആ സെന്റൻസിന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഐ ഗോ ടു ഡൽഹി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോ ടു മൈ മദേഴ്സ് ഹൗസ് എന്ന് പറയാം, മൈ ഫാദേഴ്സ് ഹൗസ് എന്ന് പറയാം. അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അതൊക്കെ നമ്മൾ സെന്റൻസിന്റെ ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷില് 3 വെർബിന്റെ 3 കാലത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 കാലം. ഇതിനെ തന്നെ വേറൊരു പേര് കൂടി ചിലപ്പോൾ പറയും, V1, V2, V3. വെർബിന്റെ 1ാമത്തെ ഫോം അഥവാ ബേസ് ഫോം, V2 സെക്കൻഡ് ഫോം, V3 തേർഡ് ഫോം. അപ്പൊ V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും സെയിം ആണ്. രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ V1ന്റെ അടിയിൽ എഴുതിയേക്കുന്ന വാക്കുകൾ ഉപയോഗിക്കും. V2വിന്റെയോ V3യുടെയോ ഉപയോഗിക്കാൻ പാടില്ല. V1ന്റെ അടിയിൽ എഴുതിയേക്കുന്ന വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. പ്രസന്റ് ടെൻസ് അല്ലാത്ത വേറൊരു ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. യെസ്. അപ്പൊ അവർ വരാറുണ്ടെന്നുള്ളത് നമുക്ക് പറയാം ദേ കം. ദേ സബ്ജക്റ്റ് ആണ്, കം. യെസ്, ദേ കം. നിങ്ങൾ വരാറുണ്ടെന്ന് ഉള്ളതാണെങ്കിൽ യു കം. അങ്ങനെ പറയാം, യു കം. യു സബ്ജക്റ്റ് ആണ്, കം വരിക എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ വരാറുണ്ടെന്നുള്ളതാണെങ്കിൽ വി കം. ഞങ്ങൾ എന്നുള്ളതിന് വി ആണ്, വരിക എന്നുള്ളതിന് കം ആണ്. യെസ്. ഐഷ. അങ്ങനെയാണെങ്കിൽ അവൾ വരാറുണ്ടെന്നുള്ളത് എന്തായിരിക്കും ഇംഗ്ലീഷ് വരാം? She come. ഷീ കം. ഇതാണ് പ്രശ്നം. അത് മിസ്റ്റേക്കാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. ഇത്രയും നേരം ഇത് മുഴുവൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോ സാറ് തെറ്റാണെന്ന് പറഞ്ഞത് എന്താണെന്ന് വിചാരിക്കും അല്ലേ? നിങ്ങൾ വരാറുണ്ട്, യു കം, ശരിയാണ്. ഞാൻ വരാറുണ്ട്, ഐ കം, ശരിയാണ്. അവർ വരാറുണ്ട്, ദേ കം, ശരിയാണ്. ഞങ്ങൾ വരാറുണ്ട്, വി കം, ശരിയാണ്. അവൾ വരാറുണ്ട്, ഷീ കം, അത് തെറ്റാണ്. അപ്പോ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ആ തെറ്റ് വന്നത്? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു കാര്യം, ഒരു നിയമമുണ്ട്. അല്ലേ, ഈസ് വന്നിട്ടില്ല ഇറങ്ങുക. ഈസ് നമുക്ക് പിന്നീട് വരുള്ളൂ. യെസ്. ഇവിടെ നമ്മളൊരു നിയമം നമ്മൾ പാലിച്ചേക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ? ഈ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഈ നിയമം ഉള്ളൂ. അല്ലാത്ത ടെൻസ്, പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ ഈ നിയമമില്ല. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന നിയമം പ്രാവർത്തികമാവുകയുള്ളൂ. അല്ലാതെ ഉള്ള നിയമം, അല്ലാതെ ഉള്ള ഒരു ടെൻസിലും ഈ നിയമം ബാധകമാണ്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്രസന്റ് ടെൻസില്ലേ, ആ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സബ്ജക്റ്റും കൂടി ഒന്ന് നോക്കണം. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുള്ളെങ്കിൽ, അപ്പൊ അതിന്റെ കൂടെ ഒരു വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് ചേർക്കും. അപ്പോ ഷീ കം എന്ന് പറയുമ്പോൾ തെറ്റാൻ കാരണം അതാണ്. ഷീ, അവൾ. അവൾ എന്ന് പറഞ്ഞപ്പോ എത്ര പേരാണ്? ഒരാളല്ലേ ഉള്ളൂ. അതിനു മുൻപ് അവർ എന്ന് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ ഒന്നിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അവിടെ എസ് വേണ്ട. അതാണ് എന്നെ തോന്നുന്ന മിസ്റ്റേക്ക്. അപ്പൊ ഷീ ആണെങ്കിൽ അവിടെ എന്ത് വേണം? കം എന്ന് പറഞ്ഞാൽ പോരാ, കംസ് ആണ്. ഷീ കംസ്, ഷീ കംസ്.
ഇനി അവിടെ ഷീ എന്നുള്ളതിന് പകരം ബോയ് എന്നാണ് വിചാരിക്കുക. അപ്പോഴും എസ് വേണം. ബോയ് എന്ന് പറയുമ്പോൾ ഒരു ബോയ് ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്, അപ്പൊ എസ് ചേർക്കണം. നേരെ മറിച്ച് ബോയ് എന്നുള്ളതിന് പകരം അവിടെ ബോയ്സ് ആണ് വിചാരിക്കുക, അപ്പൊ എസ് വേണ്ട. ബോയ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ആയി, അപ്പൊ പ്ലൂറൽ. പ്ലൂറൽ ആവുമ്പോൾ എന്ത് വേണ്ട? എസ് വേണ്ട. സിംഗുലർ ആവുമ്പോൾ എന്ത് ചെയ്യണം? എസ് ചേർക്കണം. ഇത് ഓർത്തിരിക്കുക, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാലൊന്നും വേണ്ട. ഷീ വെന്റ് എന്ന് പറയും, ഷീ വെൻസ് എന്ന് പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓർത്തിരിക്കുക, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രം ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ അത് എപ്പോഴും ഓർത്തിരിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണമെങ്കിൽ ഒരു എസ് ചേർത്തേക്കാം. സർ ഒരു ഡൗട്ട് സർ. ചോദിച്ചു. സർ ഇപ്പൊ സാർ പറഞ്ഞു സിംഗുലർ വരുമ്പം എസ് ചേർക്കണം, അപ്പൊ യുയും ഐയും വരുമ്പോ എന്താ ചേർക്കാത്തത്? യെസ്, എന്തേ ആരും ചോദിക്കാത്തത്? ഞാൻ ആരതിയോട് ചോദിക്കാൻ പോയത്. ഓക്കെ, അർസു, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിപ്പോ മനസ്സിൽ ഈ സാധനം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ആരതി സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പൊ ചോദിക്കുമ്പോ ആരതി എന്ത് പറയും? സംശയമില്ല സാറേ. അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് ചോദിക്കാൻ പോയതായിരുന്നു, ആ സംഗതി പൊട്ടിച്ച് കളഞ്ഞു അർസു. ഓക്കെ, പറയാട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആർസുവിന് തോന്നിയ സംശയം ആർക്കെങ്കിലും തോന്നിയോ? സർ വി വരുമ്പോ ഞങ്ങൾ, ദേ, അവർ അങ്ങനെയല്ലേ വരുന്നത്? സമ്മതിച്ചു. ഐ വരുമ്പോഴോ? ഐ വരുന്ന സമയത്ത് അത് വേറെ എന്തോ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ഐ വരുമ്പോ ഒരിക്കലും എസ് വരില്ല എന്ന് മാത്രം ഓർമ്മ ഉണ്ട്. യെസ്. അപ്പൊ യു വരുമ്പോഴോ? യു വരുമ്പോഴും വരത്തില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹി, ഷീ, ബോയ്, ഗേൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോ മാത്രമേ എസ് വരത്തുള്ളൂ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇത് നമ്മളെ ഈ സബ്ജക്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇവിടെ ജെന്യൂൻ സംശയമാണ് ആൻസർ ചോദിച്ചത്. സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ അതിന്റെ കൂടെ എസ് വരയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഐ ഗോ എന്നാണ് പറഞ്ഞത്, ഐ ഗോസ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഐ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ എന്ന് പറയും. അതാണ് ആൻസർ ചോദിച്ച സംശയം. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ നിയമം പറയുമ്പോൾ ഈ സബ്ജക്റ്റിനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോകണ്ട. അതിന്റെ കുറെ സെക്കൻഡ് അത് നോക്കില്ല, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് പറയണം സബ്ജക്റ്റിൽ. അതിന്റെ കൂടെ എസ് വരില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് ഐയുടെ കൂടെ എസ് വരാത്തത്. അപ്പൊ നിങ്ങള് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്തു വെക്കേണ്ട. ഐയുടെ കൂടെ എസ് വരില്ല എന്നുള്ളൊരു എക്സെപ്ഷൻ ആയിട്ട് മനസ്സിൽ നിന്ന് ഓർത്തു വെച്ചേക്കും. ഇപ്പൊ രണ്ടാമത്തെ ആൻസറിന്റെ സംശയം ഉണ്ടായിരുന്നു, യു എന്ന് പറയുമ്പോഴും ഒരാളല്ലേ. ഇതിന്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ആരതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയാം നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആരതി ഒരാളെയാണ് ഉദ്ദേശിച്ചത്. ആരതിയെയും സബിതയെയും നർമ്മിതയെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ടീച്ചർ പറയുന്നു നിങ്ങൾ പഠിച്ചിട്ടില്ല. ആ നിങ്ങൾ എന്ന് പറയുമ്പോൾ 3 പേരെയാണ് ഉദ്ദേശിച്ചത്, അല്ലെ? അപ്പൊ നമുക്കിവിടെ പറയാം, യു എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിംഗുലർ. ഇത് രണ്ടിനും യു തന്നെയാണ് പറയുന്നത്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നും അർത്ഥമുണ്ട്, അദ്ദേഹം എന്നർത്ഥമുണ്ട്. യെസ്, നമ്മുടെ മനസ്സ് പോലെ നമുക്ക് പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഹീസ് കമ്മിങ്, നമ്മുടെ മനസ്സ് അവൻ വരുന്നതെന്നായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിലോ ഹീസ് കമ്മിങ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചപ്പോ അദ്ദേഹം വരുന്നുണ്ടെന്നാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാളാണ്. യെസ്, യു എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി സിംഗുലർ, ഇറ്റ് ക്യാൻ ബി പ്ലൂറൽ. അതുകൊണ്ട് അത് എപ്പോഴും പ്ലൂറലായിട്ട് വിചാരിച്ചാൽ മതി, പ്ലൂറലായിട്ട് വിചാരിച്ചാൽ മതി. പഴയ നിങ്ങള് ചില കവിതകളൊക്കെ വായിക്കും, പഴയ വില്യം വേഴ്സ്വർത്തോ അങ്ങനെയൊക്കെ ഉള്ള പഴയ ആളുകളുടെ എഴുതിയേക്കുന്ന കവിതകളൊക്കെ വായിക്കുമ്പോൾ ചില സ്ഥലത്ത് THOU ആണ്, ദോ, THOU. ഇത് പണ്ട് ഒരാളുണ്ടെങ്കിൽ അതാണ് ഉപയോഗിച്ചത്, THOU. പിന്നീട് പഴയ ഇംഗ്ലീഷ് പഴയ കവിതകളൊക്കെ നിങ്ങൾ വല്ല വായിക്കുമ്പോൾ അതിനകത്ത് അവരെഴുതിയാൽ അത് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് THOU.
അത് ഒരാളുടെ. ഒന്നിൽ കൂടുതലാണെങ്കിൽ YOUU. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയിൽ, ലാറ്റിൻ എന്ന് പറയുന്ന ഭാഷ, ഇംഗ്ലീഷ് തന്നെയാണ് അതിന്റെ അക്ഷരങ്ങൾ കാര്യങ്ങളല്ല. ഞാനത് പഠിച്ചതാണ്. ഇപ്പോഴല്ല, when I was in +2, that means at that time it was pre-degree. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിച്ചത് ഈ ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര എളുപ്പം, കാരണം അത് ഭയങ്കര കട്ടിയാണ്. ഞാൻ കണ്ടപ്പോൾ ചെറിയ ടെസ്റ്റ് ഒക്കെ ആയിരുന്നു, വേഗം പഠിക്കാനൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് സാധനമായിരുന്നു. പക്ഷെ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ 5ാം ക്ലാസ്സിലെ ടെസ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കില്ലേ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറവുള്ള ഫീൽ ചെയ്യും, അത് സാധനം ഫീൽ ചെയ്യും. അപ്പൊ ഈ ലാറ്റിൻ ഭാഷയിലും THOU ദൗ എന്നാണ് സിംഗുലർ ആയ യൂന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, യു ഇറ്റ് ക്യാൻ ബി സിംഗുലർ ആൻഡ് പ്ലൂറൽ. സോ യു കൺസിഡർ യു ആസ് എ പ്ലൂറൽ. അതുകൊണ്ടാണ് യുവിനെ പ്ലൂറൽ ആയിട്ട് കണക്കാക്കാൻ. So, are you okay? Yes, sir. Very good, very good. Okay. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സിമ്പിൾ പ്രസന്റ് ആണ്, പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇത് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ സിമ്പിൾ പ്രസന്റ് വാചകം എനിക്ക് പറയാം, ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറുണ്ട്. ഈ സിമ്പിൾ പ്രസന്റ് എപ്പോഴും കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് ടു ഷോ എ ഹാബിച്വൽ ആക്ഷൻ. ഇത് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം, സ്ഥിരമായിട്ട് നമ്മൾക്കുള്ളൊരു സ്വഭാവമില്ലേ, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അയാളുടെ സ്വഭാവമാണ്. യെസ്. അപ്പോ ഞാൻ ശ്രുതിയുടെ വീട്ടിൽ വരുന്നു, ശ്രുതി ചോദിക്കുന്നു, സാറെ ചായ എടുക്കട്ടെ? അപ്പൊ ഞാൻ പറയുന്നത് ഐ ഡ്രിങ്ക് കോഫി എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവണം കോഫി കുടിക്കുന്നതാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പൊ ചായക്ക് പകരം കാപ്പി എടുക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റ് കാണിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇപ്പൊ ജിൻസ് പറയുന്നത് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഐ സബ്ജക്റ്റ്, ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. 6 o'clock അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ സെന്റൻസിനോട് ഭംഗിയിലാക്കാൻ വേണ്ടി ചെയ്തു തരാം. സബ്ജക്റ്റും വെർബും നോക്കിയാൽ മതി. സബ്ജക്റ്റ് ഐ, ഗെറ്റപ്പ് പ്രസന്റ് ടെൻസ്. കണ്ടോ? ഞാൻ എഴുന്നേൽക്കുന്നു അറ്റ് 6 o'clock in the morning എന്ന് പറയുമ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുന്നത് ജിൻസിയുടെ ഹാബിറ്റ് ആണ് അർത്ഥം. അല്ലാതെ ഇന്ന് മാത്രം എഴുന്നേറ്റതല്ല, ഇറ്റ് ഈസ് ഹെർ ഹാബിറ്റ്. ഓക്കെ. ഐ ഗോ ടു ടെമ്പിൾ once in a month. ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ്. അല്ല, ഐ ഗോ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയി. ഞാൻ എന്റെ സ്വഭാവത്തോട് പറയുന്നത് ഐ ഗോ ടു ടെമ്പിൾ once in a month. മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ അമ്പലത്തിൽ പോകും. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യുന്നത് എന്റെ സ്വഭാവമാണെന്നില്ല, ഇതാണ് എന്റെ സ്വഭാവം. മാസത്തിൽ ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോകുക. ഐ ഗോ ടു ചർച്ച് once in a week. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകുന്നു, അതെന്റെ ക്യാരക്ടറാണ്. ഐ ഗോ ടു ചർച്ച് once in a week. അപ്പൊ ക്യാരക്ടർ അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല, അതെല്ലാം ഹാബിറ്റാണ്. അത് ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും. യെസ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം, ഞാൻ മാസത്തിൽ ഒരു ദിവസമാണ് കുളിക്കുന്നത്. ഐ ടേക്ക് ബാത്ത് once in a month. അതാണ് എന്റെ ക്യാരക്ടർ. യെസ്. അപ്പൊ സ്ഥിരം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നത് ഉദ്ദേശിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, വി ബൈ ചിക്കൻ ഓൺ സൺഡേസ്. വി സബ്ജക്റ്റ്, BUY ബൈ വാങ്ങുക പ്രസന്റ് ടെൻസ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ ഹാബിറ്റ് എന്താണ് പറയുന്നത്? ചിക്കൻ ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ ചിക്കനാണ് വാങ്ങുന്നത്. അതാവുമ്പോൾ വീട്ടിൽ ഞായറാഴ്ച ചെന്ന ചിക്കൻ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഫിഷോ ബീഫോ ഒക്കെ മേടിക്കാം. വി ബൈ ചിക്കൻ ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ ചിക്കൻ വാങ്ങാറുണ്ട്. ദാറ്റ് ഈസ് എ ഹാബിറ്റ്. അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റിനെ അത് പറയാവൂ, കാരണം ഇറ്റ് ഈസ് എ ഹാബിച്വൽ ആക്ഷൻ. നമുക്ക് ഇതിൽ പറയാം, ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. അതൊരു പാർട്ട് ഓഫ് ഹാബിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, വി ടേക്ക് ഫുഡ് ഫ്രം എ റെസ്റ്റോറന്റ് വൺസ് ഇൻ എ വീക്ക്. വി ടേക്ക് ഫുഡ്, ഞങ്ങൾ ഭക്ഷണം എടുക്കുന്നത് ഫ്രം എ റെസ്റ്റോറന്റ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. വി ഞങ്ങൾ സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് അവിടുത്തെ ഹാബിറ്റ്. ഇവിടെ കിട്ടിയാലോ? അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഹാബിച്വൽ ആക്ഷനാണ് സിമ്പിൾ പ്രസന്റിൽ വരുന്നത്. ശ്രുതി എം പി, ശ്രുതിയുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. തിരിഞ്ഞു നോക്കിയാ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. സ്ഥിരം ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജിൻസ് ഗെറ്റപ്പ് അറ്റ് 6 o'clock. ഒരു ദിവസം ചിലപ്പോൾ 7 മണിക്ക് എഴുന്നേറ്റുണ്ടാവും. അത് കുഴപ്പമില്ല, പേടിക്കാതെ പോട്ടെ. എന്നിരുന്നാലും ശ്രുതിയുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ ശ്രുതി ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ശ്രുതി മാത്രമല്ല, ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിൻസിനെ കുറിച്ച് പറഞ്ഞ പോലെ ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ പല്ല് തേക്കാറുണ്ട്. അല്ല, ഐ സബ്ജക്റ്റ്, ബ്രഷ്. അപ്പൊ കറക്റ്റായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെ കുറിച്ച് വേണമെങ്കിൽ പറയാം. മൈ മദർ ഡ്രിങ്ക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. അമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അത് നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ എന്ത് പറയണം? മൈ മദർ. ഒരമ്മയേ ഉള്ളൂ. അപ്പൊ എസ് ചേർക്കാൻ മറക്കരുത്. മൈ മദർ ഡ്രിങ്ക് അല്ല, ഡ്രിങ്ക്സ് ആണ്. മൈ മദർ ഡ്രിങ്ക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. നിങ്ങളുടെ സഹോദരനെ കുറിച്ച് പറയാം. സഹോദരൻ രാത്രി 9 മണി കഴിഞ്ഞാലേ വീട്ടിൽ വരുള്ളൂ. അതാണ് അവന്റെ ക്യാരക്ടർ. മൈ ബ്രദർ കംസ് ടു ഹോം ആഫ്റ്റർ 9 o'clock. യെസ്, മൈ ബ്രദർ കമ്മല്ല, കംസ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ വരാൻ കാരണം? ബ്രദറാ പറഞ്ഞിട്ടുള്ളൂ. ബ്രദേഴ്സ് ആണെങ്കിൽ കമ്മതി. അപ്പൊ നമ്മൾ നേരത്തെ പിടിച്ച നിയമം ഓർക്കണം. ഓക്കെ. അപ്പോ ശ്രുതിക്ക് വേണമെങ്കിൽ ശ്രുതിയുടെ ജീവിതത്തിൽ ശ്രുതി ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഭർത്താവോ പിള്ളേരോ അച്ഛനോ അമ്മയോ അയൽക്കാരനോ സ്ഥിരമായിട്ട് ചെയ്യുന്നുവെന്ന് ശ്രുതിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. മൈ നെയ്ബർ കോറൽസ് വിത്ത് മീ. എന്റെ അയൽക്കാരൻ എപ്പോഴും ഞാനുമായിട്ട് തല്ലുപിടിക്കും. അത് അയാളുടെ ക്യാരക്ടറാണ്. യെസ്. അപ്പൊ മൈ നെയ്ബേഴ്സ് അല്ല, നെയ്ബർ. അപ്പൊ ഒരാളുള്ളൂ. അപ്പൊ കോറൽ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ എന്ത് വിളിച്ചേർക്കണം? വിളിച്ചേർക്കണം. യെസ്, ഞാൻ ഇങ്ങനെ കയറ്റി പിടിച്ചതുകൊണ്ടാന്ന് മനസ്സിലായില്ല. ശ്രുതിക്ക് ആലോചിക്കാനുള്ള ഒരു സമയം കൊടുത്താണ്. ഇപ്പൊ ശ്രുതിയുടെ ആലോചനയൊക്കെ മുഴുവൻ പൂർത്തിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രുതി സ്റ്റാർട്ട് ചെയ്തു. സാർ ഒന്നുകൂടെ ആലോചിക്കാൻ സമയം തരുമോ? ഞാൻ സപ്പോർട്ട് ചെയ്യാം. പോരണ്ടേ? ഇപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 o'clock. I work in 5 o'clock. I get up. പറയൂ. I get up 5 o'clock. സമയം പറയുമ്പോ എപ്പോഴും തൊട്ട് മുന്നിൽ ഒരു ആക്ട് ചെയ്യാതെ. സമയത്തിന് മുന്നേ എപ്പോഴും ആക്ട് ചെയ്യാം. At 5 o'clock. At 5 o'clock. അത് കഴിഞ്ഞു. ഒരെണ്ണം കഴിഞ്ഞു. അവിടെ വന്നിട്ട് ഇനി അടുത്ത വേറെ കാര്യം പറഞ്ഞാൽ മതി. എഴുന്നേറ്റിട്ട് രാവിലെ മൊബൈൽ നോക്കാറുണ്ടോ? ഇല്ല. ഇല്ല. രാവിലെ ചായ കുടിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഗുളിക കഴിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെ? അപ്പൊ അത് പറഞ്ഞു. ഗുളികയൊക്കെ ആകുമ്പോ ടേക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക്. ഐ ടേക്ക് ടാബ്ലറ്റ്. ഗുളിക ടാബ്ലറ്റ് പറയാം. അല്ലെങ്കിൽ ഐ ടേക്ക് മെഡിസിൻ. ഐ ടേക്ക് മെഡിസിൻ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മെഡിസിൻ കഴിക്കാറുണ്ട്.
പിന്നെ സബ്ജക്റ്റ് ഇത്രയും മാത്രം നോക്കുന്നുള്ളൂ ഞാൻ. സബ്ജക്റ്റും വെർബും. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അത് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. കാരണം നമ്മൾ പറയുന്നതല്ല സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ്, ഹാബിച്വൽ ആക്ഷനാണ്. ഓക്കെ. പിന്നെ കുക്കിംഗ്. അമ്മയെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു. സബ്ജക്റ്റ് പറഞ്ഞാൽ സഹായിക്കുക. My mother. സഹായിക്കാതെ സഹായിക്കുക. കഴിഞ്ഞു സബ്ജക്റ്റ്. പിന്നെ വെർബ് പറ, സഹായിക്കുക. ഹെൽപ്പിംഗ്. എനിക്ക് വേണ്ട, വെറുതെ പ്രസന്റൻസ്. ഐ ഹെൽപ്പ്. പിന്നെ നമ്മൾ ഭംഗി ഉണ്ടാക്കിയാണ്. ആരെ സഹായിക്കുന്നു? അമ്മയെ, മദർ. എന്ത്? ഇൻ കുക്കിംഗ്. ഐ ഹെൽപ്പ് മൈ മദർ ഇൻ കുക്കിംഗ് അല്ലേ? അപ്പൊ നമ്മൾ ചിലപ്പോ ഹെൽപ്പ് ചെയ്യില്ല. ഐ ഈറ്റ് ഫുഡ്. ഓക്കെ, വിട്ടുകളെ. അടുത്ത പറയും. പിന്നെ സ്ഥിരം ചെയ്യുന്ന പരിപാടി എന്താണ്? My son school. എപ്പോഴും ഓർത്തിരിക്കുക, സബ്ജക്റ്റ് കഴിഞ്ഞാൽ അയാൾ ചില പ്രവൃത്തി പറയണം, എന്നിട്ടേ ബാക്കി പറയാം. ഓബ്ജക്റ്റ് എപ്പോഴും ലാസ്റ്റ് കേട്ടോ. മൂന്നാമത് നാലാമതായിട്ട് വരും. അയാൾ എന്താണ് മോൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്? സ്കൂളിൽ പോകുന്നതാണ്, പാടാക്കുന്നതാണോ? സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകാറുണ്ടെന്നാണോ? പോകാൻ റെഡി ആക്കുന്നു. ഓക്കെ, എത്ര മണിക്കാണ് മോനെ സ്കൂളിൽ പോണേ? 8. അപ്പൊ നമുക്ക് ഓക്കെ, 8 മണിക്ക് എന്റെ മകൻ സ്കൂളിൽ പോകാൻ. ഇതാണ് സുധി ഉദ്ദേശിച്ച സാധനം. അപ്പൊ ആദ്യ സബ്ജക്റ്റ് പറയാം. ഏതാണ്? ഇനി മൈസൺ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പോകുന്നു എന്നുള്ളതല്ലേ? എന്താ സാറേ? പോവുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ഗോന്നല്ലേ? ഇതൊക്കെ അറിയാൻ ശ്രദ്ധിക്കും, പക്ഷെ ടെൻഷൻ റിലാക്സ് ചെയ്യും. അപ്പൊ മൈ സൺ ഗോ. മൈ സൺ എന്ന് പറയുമ്പോൾ ഒരു മോനല്ലേ ഉള്ളൂ, അപ്പൊ സിംഗുലർ അല്ലേ? അപ്പൊ എന്ത് കൂടി ചേർന്നു? ഈ കൂടെ ചേർക്കും. അപ്പൊ മൈ സൺ ഗോസ് നൈ. മൈ സൺ ഗോസ്. അപ്പൊ സബ്ജക്റ്റായി വെർബായി കറക്റ്റ്. ഇനി ചോദിക്കാം, എവിടെയാ പോകുന്നത്? സ്കൂൾ. ടു സ്കൂൾ, സ്കൂളിലേക്ക്. ഇനി ചോദിക്കാം, എപ്പോഴാ പോകുന്നത്? 8 o'clock. അപ്പൊ അതിന് തൊട്ട് ആക്ഷൻ ചേർത്തേക്കാം, at 8 o'clock in the morning. കണ്ടാ? മൈ സൺ ഗോസ് ടു സ്കൂൾ at 8 o'clock in the morning. ഇവിടെ ശ്രുതിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മൈ സൺ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ പറയാൻ നോക്കിയാൽ കൺഫ്യൂഷൻ പറ്റി. ഞാൻ ഒരുമിച്ച് എല്ലാവരോടും പറയാം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വെർബ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ തോന്നും, ഇതിനകത്ത് വെർബ് ഏതാണ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചോ. വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. അപ്പൊ പോവുക, പോയി പോകും. എടുക്കുക, എടുത്തു എടുക്കും. ചാടുക, ചാടി ചാടും. തിന്നുക, തിന്നു തിന്നും. ഉറങ്ങുക, ഉറങ്ങി ഉറങ്ങും. കാരണം ഇങ്ങനെ പറയാൻ പറ്റും. സ്കൂൾ എന്നുള്ളതിന് ഇതുപോലെ 3 കാലങ്ങൾ പറയാൻ പറ്റും. പറയാൻ പറ്റില്ല. യെസ്, 8 o'clock എന്നുള്ളതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് വെർബാണ്. അത് എപ്പോഴും മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്താണ്? വെർബാണ്. വെർബാണോ എന്ന് നമ്മളൊക്കെ മനസ്സിലാവും. ആ വാക്കിന് 3 കാലങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. അപ്പൊ 3 കാലങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് വെർബാണ്. അതുകൊണ്ടാണ് മൈ സൺ, എന്റെ മകൻ. ഗോ, പോകുന്നു. അപ്പൊ 3 കാലങ്ങൾ പറയാം. പോകുന്നു, പോയി, പോകുന്നു അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഒക്കെ കഴിഞ്ഞത് പറയാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആണ്, ഗോ വെർബാണെന്ന് മനസ്സിലായി. അപ്പൊ മൈ സൺ എന്ന് പറയുമ്പോൾ ഒരാളോട് വലിയൊരു എസ് വിളിച്ചത്, ഗോ എന്നുള്ളത് കൂടെ വെറുതെ എസ് ചേർത്താൽ പോയിട്ട് ESC ആണ്.
എസ് ചിലതിന്റെ കൂടി ES ആണ്. ഗോ എന്നുള്ളതിന്റെ കൂടി ES ആണ്. ES. അപ്പൊ മൈ സൺ ഗോസ് ടു സ്കൂൾ at 8 o'clock in the morning. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ അല്ലേ? അതെ സർ. വെരി സിമ്പിൾ അല്ലേ? ഇതിന്റെ ഉപയോഗവും ഇതിന്റെ സംഗതി നിങ്ങൾക്ക് അറിയാതെ പറ്റാതെ കൊണ്ട് ഇതൊക്കെ ഇട്ട് നമ്മൾ പല സ്ഥലത്തിട്ട് പല പല അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. യെസ്. ഇങ്ങനൊരു ടെൻസ് ഉണ്ട്, ആ ടെൻസ് ഇന്ന കാലത്തെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായില്ല. അപ്പോ വീട്ടിൽ വരുന്ന ഏതെങ്കിലും ഗസ്റ്റ് ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ചായ കുടിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം. യെസ്. അപ്പൊ അത് ക്യാരക്ടറാണ്. ഓക്കെ ജിൻസി, ഒരു 5 ഐറ്റം ജിൻസി സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാം ഐ യൂസ് മേക്കപ്പ്, അങ്ങനെയൊക്കെ പറയാം. എനിക്ക് വേണമെങ്കിൽ പറയാം ക്യാരക്ടർ അല്ലേ? പറഞ്ഞു. I cook food daily. Yes, very good. Correct. I subject. പിന്നെ വന്നേക്കുന്ന verb cook, പാചകം ചെയ്യുക. 3 കാലങ്ങൾ പറയാം. പാചകം ചെയ്തു, പാചകം ചെയ്യും. ഉണ്ട് കാലങ്ങൾ പറയാൻ പറ്റില്ലേ? പാചകം ചെയ്യുന്നു, പാചകം ചെയ്തു, പാചകം ചെയ്യും. അപ്പൊ verb I cook. എന്ത് കുക്ക് ചെയ്യുന്നു അത് 3-മതാ പറയാം. ഫുഡ്. ഐ ഫുഡ് കുക്കല്ല, ഐ കുക്ക് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുണ്ട് ഡെയിലി, ദിവസവും. വെരി ഗുഡ്. അടുത്തത് I comb my hair daily. ഐ കോം മൈ ഹെയർ ഡെയിലി. എല്ലാ ദിവസവും ഞാൻ മുടി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഡെയിലി എന്നുള്ള വാക്ക് ജിൻസി ഉപയോഗിച്ചില്ലെങ്കിലും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം. ആ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, അത് ഒരു ഹാബിറ്റ് ആണ്. ദിവസവും മുടി ചെയ്യാറുണ്ട്. My husband drinks a coffee every day. മൈ ഹസ്ബൻഡ് ഡ്രിങ്ക്സ് കോഫി എവറി ഡേ. കറക്റ്റ് ആണ്. എന്റെ ഭർത്താവ് എല്ലാ ദിവസവും കോഫി കുടിക്കാറുണ്ട്. അത് അത് നന്നായത്. മൈ ഹസ്ബൻഡ് ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പൊ ഡ്രിങ്ക് പറ്റില്ല, ഡ്രിങ്ക്സ് ആണ്. ഓക്കെ. My mother watches TV every day. യെസ്. മൈ മദർ എന്റെ അമ്മ TV സീരിയൽ കാണാറുണ്ട്. അപ്പൊ എന്താ പറയാം? വാച്ച് കാണുക എന്നാണ്. കാണുക, കണ്ടു, കാണുന്നു. 3 കാലങ്ങൾ പറയാം. വാച്ച് വെർബ് തന്നെയാണ്, മനസ്സിലായി? എന്ത് കാണുന്നു? TV സീരിയൽ എവരി ഡേ. ഓക്കെ. I pray every day. യെസ്. ചെറിയൊരു കല്യാണിച്ചു നോക്കാം. പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥന എന്നർത്ഥം. പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുക എന്നർത്ഥം. എന്താണ് ഉദ്ദേശിച്ചത്? പ്രേ ആയിരിക്കും സാർ, പ്രാർത്ഥിക്കുക തന്നെ ഉദ്ദേശിച്ചത്. പ്രയർ അല്ല, പ്രാർത്ഥന. മറ്റേ പ്രാർത്ഥന, ഇത് പ്രാർത്ഥിക്കുക. നൗണും വെർബും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ പ്രേ മതിയോ സാർ? അപ്പൊ പ്രേ ആണ് കറക്റ്റ്. I pray every day. Okay. കറക്റ്റ് ആണ്. I sleep every day at 10 o'clock. I sleep every day at 10 o'clock. അതൊന്ന് സംഗതി കറക്റ്റ് ആണ്. അപ്പൊ നോക്കുമ്പോ നമുക്ക് ഭംഗിയാക്കി പറയാം, സ്റ്റൈലായിട്ട്. I go to bed. അല്ല, ഇത് പറയാം. I go to bed at 10 o'clock in the every day. At 10 o'clock ഞാൻ 10 മണിക്ക് ബെഡിലേക്ക് പോകും. ഉറങ്ങാറുള്ള ഐ ഗോ ടു ബെഡ്. അത് കുറച്ചുകൂടി നല്ല വാക്ക് കേട്ടോ. ഐ ഗോ. My son plays football daily. Yes, my son plays football daily. കറക്റ്റ് ആണ്. അടുത്തത് അത്ര എഴുതിയോളൂ സാറ്. വെരി ഗുഡ്. എഴുതിയെല്ലാം വെടിക്കെട്ടായിട്ട് ആ പ്രയില് മാത്രമേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുള്ളൂ. സർ ഞാൻ പറയട്ടെ. I attend online class daily. Yes, very good. Live exam നടന്നതിന്റെ അല്ലേ? Then I ഒരു മിനിറ്റ്. I attend സബ്ജക്ട്. I attend പ്രസന്റ് ടെൻസ് ആണ്. എന്ത് അറ്റൻഡ് ചെയ്യുന്നു? ഓൺലൈൻ ക്ലാസ്. എങ്ങനെ?
നിങ്ങളെ മറക്കില്ലേ, സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട്, മാനർ, റീസൺ, ടൈം, ഇങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. സംഗതി കറക്റ്റ് ആണ്. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഓബ്ജക്ട്, വെർബ് പറഞ്ഞോളാം. അത് മനസ്സിൽ എപ്പോഴും വിചാരിക്കും. നിർമ്മിത കണ്ടിന്യൂ. I chant slogas daily in the morning. Yes, I practice yoga daily in the morning. Correct. അതല്ല സർ, I chant slogas. Yes, okay. ശരി. Then I give my son a kiss daily. Correct ആണ്. I give a kiss to my son daily. ഞാൻ എല്ലാ ദിവസവും എന്റെ മകന് ഉമ്മ കൊടുക്കാറുണ്ട്. ഞാനിവിടെ പറഞ്ഞപ്പോ എല്ലാവരും ഇതല്ല, എല്ലാവരും ഇത്ര നാളായി മുമ്പ് ഉമ്മാക്കേക്ക് ചേർത്ത് നിർത്തി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്രയോ നാളെ വേറെ ആരെങ്കിലും ഇപ്പോൾ ചെയ്യാൻ നിങ്ങളുടെ മകനെ ചിന്തിക്കും. ചിലപ്പോൾ ടി വി കാണുമ്പോഴേക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചേർത്ത് നിർത്തണോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ വായിക്കപ്പെടും, ഞാൻ അവനെ ചെയ്യാനേക്കില്ലേ, ഇതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളില്ലേ, വലിയ വലിയ സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതൊരിക്കലും നമ്മൾ ഇല്ലാത്തതാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് മെന്റൽ വളർച്ചയ്ക്ക് സഹായകരമാണ്. യെസ്, ഓക്കെ. Then I teach my son daily. Teach my son എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ദിവസവും പഠിപ്പിക്കാൻ. Then I wash clothes daily. I wash അല്ലേ? അതെ. ഞാൻ എല്ലാ ദിവസവും ഇലക്കാറുണ്ട്, വസ്ത്രം ഇലക്കാറുണ്ട്. ഓക്കെ, ഇത്ര തന്നെ എഴുതിട്ടുള്ളൂ സർ. പറഞ്ഞ എല്ലാം വളരെ അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഗിവ് കിസ് ടു മൈ സൺ ഡെയിലി. ഓക്കെ. വെറൈറ്റി പിടിക്കൂ, ജീവിതത്തില് വെറൈറ്റി വേണ്ട. ഓക്കെ നിർമ്മിത, വെരി ഗുഡ്. ആരതി പറഞ്ഞോളൂ. Yes, sir. I wake up at 6 o'clock. Yes, correct. Turn off my alarm. Yes, now I turn off my alarm. Yes, okay, correct. And get out of bed. Yes, get out of the bed. I take thyroid medicine same time. Yes, okay. Then I wash my face. Yes. I take shower at 7 o'clock. Yes, very good. നല്ല വാക്കാണ്. I take shower എന്ന് വെച്ചാല് I take bath എന്നുള്ളതിന്റെ നല്ലൊരു വാക്കാണത്. I drink tea at 7:30. Yes, I drink tea at 7:30. Very good. Now I watch English class. Yes, okay. And അത് സംഗതി ഞങ്ങൾ ഉൾപ്പെടുത്താൻ മനസ്സിലായി. എപ്പോഴും വരുമ്പോൾ വേറെ സാഹചര്യം പറ്റും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന് വേറൊരു ടെൻഷനാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അതായത് ലൈവ് ഗോയിങ് ആണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് വേറൊരു ടെൻഷൻ വരുന്നത്. അപ്പൊ ഇപ്പൊ ആദ്യം എന്ന് പറയുകയാണെങ്കിൽ ഐ ആം വാച്ചിങ് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആവും. അപ്പോ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻഷൻ നിന്നത് പ്രസന്റ് കണ്ടിന്യൂസ് വേറൊരു ടെൻഷനോട്ട് മാറും. നമ്മളവിടെ എത്തും, പേടിക്കണ്ട. കാരണം 12 ഉണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ പറഞ്ഞ അവിടെ എത്തും. യെസ് സർ, അപ്പോ ഞാൻ പറയണം ഐ കുക്ക് ലഞ്ച് ആഫ്റ്റർ 11:30 എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആവോ? കറക്റ്റ് ആവും. നോക്കി, സിമ്പിൾ പ്രസന്റ് ആവും. കറക്റ്റ് ആയിരുന്നു. ഐ സബ്ജക്ട്, കുക്ക് എന്ന് പറഞ്ഞ ഏത് ടെൻസാ? പ്രസന്റ് ടെൻസ് അല്ലേ? ഐ കുക്ക്. അപ്പൊ 11:30 ശേഷം ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് ആരതിയുടെ ക്യാരക്ടറാണ്, ഹാബിറ്റാണ്. അതെ. യെസ്, ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോണത്. അപ്പൊ ഡെയിലി ചെയ്യണമല്ല, മാസത്തിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ് മാത്രം നൗ ഐ വാച്ച് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് എഴുതി. പക്ഷെ ഐ കുക്ക് ലഞ്ച് ആഫ്റ്റർ 11:30 PM എന്ന് എഴുതി വെച്ചു. അതിന്റെ അകത്ത് ആ നൗ കളഞ്ഞിട്ട് ഐ വാച്ച് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഞാൻ ഇംഗ്ലീഷ് നൗ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ മനസ്സിലായി. ആ നൗ കളഞ്ഞെന്ന് വിചാരിക്കും. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഐ വാച്ച് ഇംഗ്ലീഷ് ക്ലാസ്, ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് വാച്ച് ചെയ്യാറുണ്ട്. കറക്റ്റ്. നൗ വന്നപ്പോഴാണ് ആ പ്രശ്നം വന്നത്. ഓക്കെ ആരതി, വെരി ഗുഡ്. ഇനി ആരാണ് ഗെറ്റ് റെഡി ആയിട്ട് നിൽക്കണേ? സർ ഞാൻ പറയട്ടെ.
അപ്പൊ വിദ്യ കഴിഞ്ഞതിന് ശേഷം സബ്ജയിലോട്ട് വരും. വിദ്യ പറഞ്ഞു. I go to mother's house once in a week. Correct. Very good. I go to mother's house once in a week. അമ്മയുടെ വീട്ടിലേക്ക് ആഴ്ച ഒരു ദിവസം ഞാൻ പോകാറുണ്ട്. Yes, very good. My puppy bath once in a week. അവിടെ സംഗതി കയ്യിൽ പോയി. ഞാൻ പറഞ്ഞ നിയമമില്ലേ, സിംഗിൾ വരുമ്പോ എസ് ചേർക്കണമെന്നുള്ളത്. പപ്പിയാണ്, പപ്പീസ് അല്ല. പപ്പീസ് ആണെങ്കിൽ ഓക്കെയാണ്. പപ്പി എന്ന് പറയുമ്പോൾ ഒരെണ്ണുള്ളൂ. അത് കയ്യിൽ പോലെ. സബ്ജക്ട് സിംഗുലർ ആണോ വെർബിന്റെ കൂടെ എസ്. അതങ്ങനെ പ്രസന്റൻസിന് മാത്രമുള്ള നിയമമാണത്. അതങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് വെച്ചോ അതിനൊരു മാറ്റം ഉണ്ടാവുന്നു. My son does exercise daily. Yes, very good. My son does exercise daily. Do മതി. My son ആയതുകൊണ്ട് ഡു എന്നുള്ളതിലേക്ക് ഡസ് ആക്കണം. ഡസ് എന്ന് പറയുമ്പോൾ വെറുതെ എസ് ചെയ്താൽ പോലെ നേരത്തെ ഗോ എന്നുള്ള വാക്കിന് പറഞ്ഞ പോലെ ES എന്ന് ചേർക്കണം. My son does exercise daily. Very good. My mother read holy books daily. My mother Read holy books daily. അവിടെയും നേരത്തെ പപ്പിക്ക് വേണ്ടി തെറ്റാണ് പറ്റി. Yes ചേർക്കണം. Okay sir. അമ്മയല്ലേ, ഒരാളല്ലേ ഉള്ളൂ, വിട്ടുപോലെ. ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. പക്ഷെ യു എന്നുള്ളതും ഐ എന്നുള്ളതും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കണ്ട. ഇതങ്ങാണ്ട് എഴുതി വെച്ചു സൈഡിൽ എവിടെയെങ്കിലും. My husband goes to office at 8:30 morning. Very good, very good. Correct. My husband goes. Go അല്ല goes. Sir കഴിഞ്ഞു, 5 എണ്ണം പറഞ്ഞു. Yes, very good, very good. സവിത പറഞ്ഞോളൂ. I get up at 5:30 in every morning. I get up at 5:30 in the morning. Correct. I pray to God for few minutes. I pray to God for few minutes. കുറച്ച് സമയം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. For giving a wonderful day. അല്ലേ സവിത? I brush my teeth and morning routine. Yes. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു വാക്ക് കൂടി ചേർക്കാം കേട്ടോ. Okay, I brush my teeth. അപ്പൊ അത് കറക്റ്റ് ആണ്, അത്രമേ കറക്റ്റ് ആണ്. ആൻഡ് മോർണിംഗ്, അപ്പൊ അവിടെ ഇടക്ക് ഒരു വെർബ് കൂടി വേണം. ആൻഡ് ഡു ദ റൊട്ടീൻ വർക്ക്, അതൊരു സാധനം. ഓക്കെ, I go to my kitchen. റൊട്ടീൻ. Okay. I go to my kitchen for preparing tea and food. Yes, I go to kitchen for preparing tea and food. അത് വേണമെങ്കിൽ ഒരു സമയവും കൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കാം. അപ്പൊ കുറച്ചുകൂടി ഇതായി. ഇത്ര മണിക്കാണ് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ, അതിന് മുമ്പേ കയറുള്ളൂ, അതിന് മുമ്പ് വേറെ പരിപാടി. സമയം കൂടി പറയുക. ശരി. I drink a cup of tea. Yes, അതൊന്നുകൂടി ഭംഗിയാക്കുക. I drink a cup of tea in the morning. Okay, very good. Sir, ഈ വേക്കപ്പിന് പകരം ഒരു കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ ഫീൽ അപ്പ് ആണോ? Yes, I get up. Okay, wake up. Wake up ഉം get up തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്തൊരു മേക്ക് ചേർത്ത് നമുക്ക് പറയാം. I make my son get up. ഞാൻ എന്റെ കുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നു. മേക്ക് ഗെറ്റ് അപ്പ് എന്ന് എഴുന്നേൽപ്പിക്കാന്നുണ്ട്. ഇതിനകത്ത് പറയാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാലും മേക്കപ്പ് എന്ന് പറഞ്ഞാലും രണ്ടർത്ഥം. അതായത് സവിത കിടന്നുറങ്ങുന്നു, ഒരു 5 മണിയാകുമ്പോ കണ്ണു തുറന്നു, അത് മേക്കപ്പ്. 5 മണിക്ക് കണ്ണു തുറന്ന സവിത കട്ടിൽ തന്നെ കിടക്കുന്നു, 5:30 എഴുന്നേൽക്കുന്നു, അത് ഗെറ്റപ്പ്. അത് മനസ്സിലായി. കുട്ടിയെ എഴുന്നേൽപ്പിക്കാന്ന് പറയുമ്പോൾ ഏത് വാക്കാ ഉപയോഗിക്കുന്നത്? ഫ്യൂൽ അപ്പ് എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കും. മേക്ക്, MAKE, മേക്ക്. make. Make. I make Okay. my child for go to school. I make my child go to school. ഞാൻ കുട്ടിയെ പോകാൻ സ്കൂളിലേക്ക് റെഡിയാക്കുന്നു. Yes.
അത് ചില വാക്കുകൾ എന്റെ കൊടുത്തത്. ഞാൻ സബി ഒരു കാര്യം ചോദിക്കട്ടെ, സബിക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. ഇംഗ്ലീഷിൽ പറഞ്ഞേ, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. I make a. I know. Make a cup of tea. I know. Make a cup of tea. To make a cup of tea. I know. I make a cup of to make. Make a cup of tea. Yes. Appo Sabida പറഞ്ഞു I know to make a cup of tea. അപ്പോൾ കറക്റ്റ് ആണ് സബിത പറഞ്ഞത്. കറക്റ്റ് മലയാളത്തിലാണ് സബിത എടുത്തത്. I know, ഞാൻ അറിയാം, എനിക്കറിയാം. To make, ഉണ്ടാക്കുക. A cup of tea, ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ എനിക്കറിയാം. പക്ഷേ അത് ഇംഗ്ലീഷിൽ തെറ്റാണ്. അവിടെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എനിക്കൊരു ചായ ഉണ്ടാക്കാൻ അറിയാമെന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷോട് ആക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ അത് തെറ്റാണ്. അവിടെ ഒരു വാക്ക് കൂടി ചേർക്കണം. എനിക്ക് എങ്ങനെ ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ എന്ന് എനിക്കറിയാം. ആ എങ്ങനെയുള്ള സാധനം കൂടെയാണ് വരുന്നത്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഐ നോ ഹൗ ടു മേക്ക്, ഇതാണ് കറക്റ്റ്. ഐ നോ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. ഓക്കെ, യെസ്. അപ്പൊ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ്. സബ്ജക്റ്റ്, വെർബ്, പ്രസന്റ് ടെൻസ്. അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ് കാണിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു നിയമം പറഞ്ഞു. സബ്ജക്റ്റ് സിംഗിൾ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കാനായിട്ട് മറക്കരുത്. ഐ ആൻഡ് യു സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിമ്പിൾ പ്രസന്റ് പറഞ്ഞുകൂടായിരുന്നു. സാർ ഇപ്പൊ ഈ സാർ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചില്ല. അപ്പൊ എക്സാമിന് വരുന്ന സമയത്ത് ഈ എല്ലാ പോർഷന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ല കുറച്ച് കാര്യങ്ങൾ മാത്രമാണോ ഉണ്ടാവുക? നമ്മൾ ഏതൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പറയാവോ? ഏത് എക്സാം ആണ് ഉദ്ദേശിച്ചത്? മോഡൽ എക്സാമിന്റെ എന്താണ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത്? പറഞ്ഞിട്ടില്ല. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ വരുന്നാണ് ടീച്ചർ പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ ഡേറ്റ് പറയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വരുന്ന എക്സാമിനേഷന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഞാൻ പറയാം. അതൊരു തുടക്കം മുതല് നയൻത്ത് ലെസൺ വരെ ഉള്ളത് നോക്കിയാൽ മതി. തുടക്കം മുതല് 9th ലെസൺ വരെ ഉള്ളത് നോക്കിയാൽ മതി കേട്ടോ. സാർ അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ സാർ ഇപ്പോഴല്ലേ പഠിപ്പിച്ചത്, അപ്പൊ അതും ശ്രദ്ധിക്കണോ? ഏത് രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ? മൂന്നാമത്തെ ചാപ്റ്റർ വെർബ് ശിശു ഇപ്പൊ ടെൻസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അപ്പൊ അതും വരാൻ ചാൻസ് ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു നോക്കിയില്ലേ, വെർബ് അത് വരില്ലേ? ചേഞ്ചിന്റെ നെഗറ്റീവ് 1 to 9 നോക്കിയാൽ മതി. ഇനി മെയിൻ എക്സാമിനേഷൻ വരില്ല നിങ്ങളുടെ. ആ മെയിൻ എക്സാമിനേഷൻ വരുന്നതിന്റെ തൊട്ടു മുന്നായിട്ട് മോഡൽ എക്സാമിനേഷൻ ആവില്ല. ആ മോഡൽ എക്സാമിനേഷന് 9 ശേഷമുള്ളത് നോക്കിയാൽ മതി. മെയിൻ എക്സാമിനേഷൻ വരുമ്പോ ഫുൾ. യു ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ സർ. ഓക്കെ, അത് പരീക്ഷയെ കുറിച്ച് ഓർത്ത് ഡോണ്ട് ബി ടെൻഷൻഡ്. അത് ഇന്നലെ തന്നെ മറ്റേ ക്വസ്റ്റ്യൻസ് വന്നപ്പോ ഐ ആം വെച്ച് വന്നപ്പോ ടോട്ടലി കൺഫ്യൂഷൻ ആയിപ്പോയി. ശ്രദ്ധിക്കാതെ ആ ഓക്സിലറി വെർബ് ഒന്നും ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാലേ മോഡൽ എക്സാമിന് 10 ക്വസ്റ്റ്യനും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു തോന്നല് വരൂല നമുക്ക് എവിടെയോ ഒരു പാലിച്ച പറ്റിയിട്ടുള്ള തോന്നല് നമുക്ക് തന്നെ വരുന്നില്ലേ? അത് അറിവിന്റെ ലക്ഷണമാണ്, അത് പക്വതയുടെ ലക്ഷണം. വേറെ ആരും പറയുമ്പോഴല്ലേ കുട്ടികൾക്ക് പറ്റി തെറ്റി നമ്മൾ പറഞ്ഞെടുക്കുമ്പോഴല്ലേ അവരറിയണേ. അത് അവര് തന്നെ പറയും, അമ്മ എനിക്ക് അതിവിടെ ഒരു മിസ്റ്റേക്ക് അവൻ തന്നെ പറയും, അല്ലെങ്കിൽ അവള് തന്നെ പറയും. അതൊരു പക്വതയുടെ ലക്ഷണം. അപ്പോ ആരുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയും പരീക്ഷയിലൊക്കെ നിങ്ങൾ പാസ്സാകും, എല്ലാവരും പാസ്സാകും. അത് കഴിയുമ്പോൾ വിളിക്കുകയും നിങ്ങൾ പറയുകയും ചെയ്യും, സാറേ 100% 100ൽ 100 അടിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. യെസ്, നമ്മുടെ MT12 കുട്ടി പരീക്ഷ കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒന്നും പഠിക്കാന്നാണ് പരീക്ഷയ്ക്ക് പോയത്, ഒരു സാധനം ഇംഗ്ലീഷ് ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എന്നോടുള്ള ദേഷ്യമാണ്? അതുകൊണ്ടല്ല സാറേ, എനിക്ക് ജോലി കിട്ടി. അപ്പൊ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് വീട്ടിൽ വന്നത് തന്നെ ഭയങ്കര അവശതയായിട്ടാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. പിന്നെ സാറ് പഠിപ്പിച്ചപ്പോൾ ഉള്ള ആ ഒരു ഒറ്റ ഓർമ്മയോ ഇതിന്റെ പുറത്ത് ഞാൻ പോയി പരീക്ഷ എഴുതി. എന്നാലും ഞാൻ 70 മാർക്കിന്റെ അടുത്ത് വായിക്കുകയും ചെയ്തു എന്ന് പറയും. യെസ്, എന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് ഓർമ്മ വരും. ഓ, ഇത് അന്ന് അവിടെ പറഞ്ഞ സംഗതിയാണല്ലോ, അതൊക്കെ നമുക്ക് ഓർമ്മ വരും. യെസ്, ഡോണ്ട് വറി, അതിനെ കുറിച്ച് പരീക്ഷയെ കുറിച്ചൊക്കെ നിങ്ങൾ മറന്നേക്കും. അതൊക്കെ നിങ്ങൾ പാസ്സായിരിക്കും. നിങ്ങളൊരു 25% എന്റെ കൊണ്ടതാണ്, ഒരു 25%. ബാക്കി ഐ വിൽ സപ്പോർട്ട് യു എക്സൽ. സോ സൈൻ ഔട്ട് ഉണ്ട് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു സർ. ഓക്കെ ആരതി? Thank you, sir. Thank you, sir. Yes. Thank you, So we will meet in the next class. Okay, bye.